നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പീസ് ചെറുനാരങ്ങ നീരും എന്നിവ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു 6-7 വിസിലിനത് ഓരോ കുക്കറിൻ്റെ ബേസിസിലിരിക്കും. എന്നാലും ഒരു 6-7 വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണമെങ്കിൽ മാത്രമേ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ. ബീഫ് വേവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സംഭവമൊക്കെ റെഡിയാക്കി എടുക്കുക. ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് നേരത്തെ അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതും കട്ട് ചെയ്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുക. പിന്നെ 1-2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് നേർങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതും നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല, സവാള ഒന്ന് സോഫ്റ്റനായി കിട്ടിയാൽ മതി. ഓക്കെ, നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, നമ്മുടെ സവാള അഥവാ ഉള്ളി നന്നായിട്ട് സോഫ്റ്റനായി വന്നിട്ടുണ്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെയും നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പച്ചമണം മാറി കിട്ടുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി കൂടി ഒന്ന് വെന്ത് സോഫ്റ്റനായി വരണം. അപ്പോഴത്തേക്ക് അതുവരെയും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. ഓക്കെ, തക്കാളിയൊക്കെ ഓൾറെഡി സോഫ്റ്റനായിട്ടുണ്ട്, കണ്ടില്ലേ, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞങ്ങൾക്ക് ഇവിടെ കുറച്ചധികം ഗ്രേവി വേണ്ടതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കുറുകിയ ടൈപ്പാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. നല്ലോണം വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ നല്ല രീതിയിൽ മിക്സായി വന്ന് അരപ്പൊക്കെ ആയിട്ട് മിക്സായി വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. സ്പെഷ്യൽ ഫ്ലേവർ വരും കുരുമുളകിൻ്റെ. സോ അതുകൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. അപ്പോൾ കിടിലൻ ടേസ്റ്റായിട്ട് വരും. ഓക്കെ, ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറിയുടെ റെഡി ആയിട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല സ്പെഷ്യൽ ടേസ്റ്റുള്ള ബീഫ് കറി തന്നെയാണ്. ഇനി അവസാനമായിട്ടുള്ള പൊടിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുക. കറി റെഡി ആയിട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.